ഹായ്, എല്ലാവർക്കും ഫാഷൻ ഫിഷനിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മുളക് കൃഷി എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങൾ ഈ കാണുന്ന മുളകുകളെല്ലാം ഞാൻ എൻ്റെ ടെറസിൽ കൃഷി ചെയ്തതാണ്. ഇതിൽ സാദാ പച്ചമുളകുണ്ട്, കാശ്മീരി ചില്ലിയുണ്ട്, കാന്താരിയും ഉണ്ട്. ഈ പച്ചമുളകിലൊക്കെ ഇത്രയും വിളവ് കിട്ടാൻ കാരണം നമ്മൾ എന്നും ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളം അത് കുളിപ്പിച്ച് അതിൽ ഒരു പിടി ചാരവും കൂടി ചേർത്ത് നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിന് തെളിച്ചു കൊടുക്കുക. അത് ചെയ്യേണ്ടത് വൈകുന്നേരമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്ത് അതിൻ്റെ മൂട്ടിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അത് രണ്ടും ചെയ്യുമ്പോൾ 15 ദിവസം കൂടുമ്പോൾ 15 ദിവസത്തിന് നമ്മൾ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെയ്യുക. അങ്ങനെ ചെയ്താൽ മുളക് ഇഷ്ടംപോലെ മുളകുണ്ടാകുകയും അതിൽ രോഗങ്ങളൊന്നും പിടിപെടാതിരിക്കുകയും ചെയ്യും. ഞാൻ പച്ചമുളക് കൃഷി ചെയ്ത് മടുത്ത ഒരാളാണ്. അങ്ങനെ ചെയ്ത് മടുത്തിട്ട് ഞാൻ ഉപേക്ഷിച്ചതാണ് പച്ചമുളക് കൃഷി. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടാവുകയും ഒരുപാട് മുളക് എനിക്ക് കിട്ടുകയും ഞാൻ മുളക് പൊടിയേ വാങ്ങാറില്ല. ഈ മുളക് തന്നെ പഴുക്കുമ്പോൾ അത് ഉണക്കി പൊടിച്ച് അതാണിപ്പം ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കൃഷിയാണ് ഈ പച്ചമുളക് കൃഷി. ആരും വിഷമിക്കേണ്ട പച്ചമുളകിൽ കുരുടിപ്പ് വരുമെന്നും വെള്ളീച്ച വരുമെന്നും ഒന്നും പേടിക്കേണ്ട. അത് നമ്മൾ ചെറിയ തൈ ആയിരിക്കുമ്പം തന്നെ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ചാരവും കൂടെ ചേർത്തിട്ടുള്ള മിശ്രിതം ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രോഗവും അതിനെ ബാധിക്കില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിൽ കാണുന്ന കാശ്മീരി ചില്ലി കടയിൽ നിന്ന് വാങ്ങുന്ന കാശ്മീരി മുളകിൻ്റെ വിത്തെടുത്തിട്ട് നട്ടതാണ്. ഈ കാണുന്ന പൊടികൾ എൻ്റെ മുളക് കൃഷിയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അതിൽ നല്ല ചുവന്ന കളറിലുള്ളത് കാശ്മീരി ചില്ലിയും മറ്റത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ കുറച്ച് എരിവ് കൂടുതലാണ്. രണ്ടുമാണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. മുളകിന് ഭയങ്കര വിഷമാണ് നമ്മൾ വാങ്ങുന്നത്. ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വിഷമില്ലാതെ നമുക്ക് കഴിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. മറക്കല്ലേ.